ഓക്കെ, നമുക്ക് ഇനി മോഡ്യൂൾ ഫസ്റ്റിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അധികം ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാനിത് പറയത്തില്ല, കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, സമയം വളരെ കുറവാണ്. മോഡ്യൂൾ നമ്പർ 1. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പറയാനുള്ളത് ഫോഴ്സ് അനാലിസിസ് ആണ്. അപ്പോൾ ഫോഴ്സ് അനാലിസിസ് പല ടൈപ്സ് ഓഫ് ഫോഴ്സ് അനാലിസിസ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോഴ്സ് അനാലിസിസിലേക്ക് വരുമ്പം നമ്മളൊരു മെക്കാനിസത്തെ അല്ലെങ്കിൽ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു മെക്കാനിസം എങ്ങനെ ഡിസൈൻ ചെയ്യുക, അങ്ങനത്തെ ടൈപ്സ് ഓഫ് മെക്കാനിസമൊക്കെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മെക്കാനിസം വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു മെക്കാനിസത്തിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മെക്കാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്രത്തോളം ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ അറിയണം. അതായത് നമ്മൾ ഈ ഫോഴ്സിൻ്റെ അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ആ ഒരു മെക്കാനിസം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന അവിടുത്തെ ഡെവലപ്ഡ് സ്ട്രെസ്സസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മെക്കാനിസത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിങ്ക്സിന് അല്ലെങ്കിൽ മെഷീൻ പാർട്സിന് അല്ലെങ്കിൽ മെക്കാനിസത്തിലെ പാർട്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, വിഡ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഈ ഫോഴ്സ് അനാലിസിസ് നടത്തി നോക്കിയാലേ അറിയാൻ പറ്റും. ഈ ഫോഴ്സ് അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് നമ്മളൊരു പ്രോപ്പർ സൈസൊക്കെ എന്ത് ചെയ്യുന്നത് മെക്കാനിസത്തിന് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോജക്റ്റിലേക്ക് വരുമ്പോഴും നമുക്കൊരു മെക്കാനിസം ഫാബ്രിക്കേഷൻ ഒക്കെ നടത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു മെക്കാനിസത്തിൽ നിന്ന് നമ്മൾ മെഷീനിലേക്ക് ആണ് പോകുന്നതെങ്കിൽ ആദ്യം മെക്കാനിസം ഡിസൈൻ ചെയ്ത് അതിന് വേണ്ട ഒരു മെക്കാനിസമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത് ഈ ഫോഴ്സ് അനാലിസിസിനെ കുറിച്ചാണ്. ഫോഴ്സ് അനാലിസിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതിനെക്കാട്ടി കൂടുതൽ ആവശ്യത്തിൽ സ്ട്രെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അതും അതേസമയം കുറഞ്ഞു പോവുകയും ചെയ്യരുത്. കൂടുതൽ സ്ട്രെങ്ത് ചെയ്താൽ കോസ്റ്റ്, വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടും. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മെക്കാനിസം ഫെയിൽ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇപ്പോൾ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ അറിയേണ്ടത് ടൈപ്സ് ഓഫ് ഫോഴ്സ് അനാലിസിസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഫോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അവിടെ 2 ടൈപ്സ് ഓഫ് ഫോഴ്സ് അനാലിസിസ് ആണ് നമ്മൾക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറയും സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയും. സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് അനാലിസിസ് ഉണ്ട്, സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസും ഡൈനാമിക് ഫോഴ്സ് അനാലിസിസും. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് പറയുന്നത് നമുക്കിപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ബോഡിയാണ്, വെറുതെ ഞാൻ പറയുന്നു. ഈ ബോഡി എന്ന് പറയുന്നതിൽ ഒരു ആക്സിലറേറ്റിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് എന്ന് പറയും. അപ്പോൾ ഈ ബോഡിയുടെ മാസ് എം ആണ്. ഈ ബോഡി എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് വെലോസിറ്റി യുയിൽ നിന്ന് വെലോസിറ്റി വിയിലേക്ക് മാറി. ദാറ്റ് മീൻസ് ദിസ് ബോഡി ഈസ് ഹാവിങ് എ ആക്സിലറേഷൻ എ. അങ്ങനെയാണെങ്കിൽ ദ ആക്സിലറേറ്റിംഗ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദെൻ ദ ഇനേർഷ്യ ഫോഴ്സ് വിൽ ബി ലൈക്ക് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു എ. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി എന്ന് പറയുന്നത് കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് ആക്ടിങ് അപ്പോൺ ഇറ്റ്. അപ്പം നമുക്ക് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ചെയ്താൽ മാത്രമേ ആ ബോഡിക്ക് എന്തുണ്ടാകത്തുള്ളൂ, അതിൻ്റെ വെലോസിറ്റി മാറത്തുള്ളൂ. സിംപ്ലി പറഞ്ഞാൽ അങ്ങനെ പറയാം. അപ്പോൾ വെലോസിറ്റി മാറുമ്പോഴാണ് ആ ബോഡിക്ക് ആക്സിലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആക്സിലേഷന് കാരണമായിട്ടുള്ള എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സാണ് നമ്മുടെ ആക്സിലേറ്റിംഗ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എം എ. അപ്പോൾ എല്ലാ ബോഡിക്കും ഒരു ടെൻഡൻസി ഉണ്ട്. It has a tendency, അല്ലെങ്കിൽ every body has a tendency to continue in state of rest or uniform motion, and it is known as inertia of that body. അപ്പോൾ നമുക്കൊരു ബോഡിക്ക് അതിൻ്റെ വെലോസിറ്റി മാറ്റാൻ കാരണമായ ഫോഴ്സ് എന്താണോ, ഇവിടെ അത് ഏത് ഫോഴ്സാണ്, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഫോഴ്സാണ്, അതിനെ നെഗ്ലക്റ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അത് ഇതിനെ ഇല്ലാതാക്കാനൊരു ടെൻഡൻസി ഉണ്ട്. അതാണ് നമ്മുടെ ഇനേർഷ്യ ഫോഴ്സ്. അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ആ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം, പക്ഷേ എന്ത് ഡയറക്ഷൻ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ആക്ടിങ് ഇൻ ദി
ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് FI ഷുഡ് ബി ആക്ടിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് FI ഈസ് ഈക്വൽ ടു -m × a ആണെന്ന് പറയാം. ഇഫ് ദ ആക്സിലേറ്റിംഗ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ma, ദെൻ ദ ഇനേഷ്യ ഫോഴ്സ് ഓഫ് ദാറ്റ് ബോഡി വിൽ ബി ഈക്വൽ ടു -m × a. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മാസൊക്കെ വളരെ ചെറുതായിട്ടുള്ള ബോഡീസിൽ നമ്മൾ ഈ ഇനേർഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യാതെ ആ ബോഡിയിൽ ഫോഴ്സ് അനാലിസിസ് നടത്തും. അപ്പോൾ അങ്ങനെയുള്ള ഫോഴ്സ് അനാലിസിസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അതേസമയം ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഇനേഷ്യ ഫോഴ്സും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഫോഴ്സ് അനാലിസിസ് നടത്തിയാൽ ആ ടൈപ്പ് ഓഫ് ഫോഴ്സ് അനാലിസിസിനെയാണ് നമ്മൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലേക്ക് വരുമ്പോൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് വി ആർ നെഗ്ലക്റ്റിംഗ് ദ എഫക്റ്റ് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി ഡ്യൂറിങ് ദ ഫോഴ്സ് അനാലിസിസ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ആസ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദ ഇനേഷ്യ ഫോഴ്സസ് ആർ സ്മാൾ കമ്പയർഡ് ടു ദ എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അവിടെ പുറത്ത് ഈ ഇനേഷ്യ ഫോഴ്സ് മാത്രമല്ല, പുറത്ത് വേറെ ഒരുപാട് വലിയൊരു ലോഡായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് ഇനേഷ്യ ഓഫ് ദാറ്റ് ബോഡി, ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി വളരെ കുറവാണെങ്കിൽ ആ ഇനേഷ്യ വളരെ കുറവായിരിക്കും, മാസ് കുറവാണെങ്കിൽ ഇനേഷ്യ വളരെ കുറവായിരിക്കും. അപ്പോൾ ആസ് കമ്പയർഡ് ടു ദ അപ്ലൈഡ് ലോഡ്, എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ്, if the inertia force is very negligible, then the inertia force can be neglected, and this type of force analysis is known as static force analysis. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും, ഫോഴ്സ് അനാലിസിസ് ഇൻ വിച്ച് എന്തെന്ന് പറയാൻ പറ്റും, ഇൻ വിച്ച് ഇനേഷ്യ ഫോഴ്സ് ഈസ് നെഗ്ലക്റ്റഡ്. ഇനേഷ്യ ഫോഴ്സ് എന്താണ്? നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, എക്സ്റ്റേണൽ ലോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതായിരിക്കും എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഇനേഷ്യ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനേഷ്യ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ അപ്ലൈഡ് ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി വെരി ഹയർ കമ്പയർഡ് ടു ദ ഇനേഷ്യ ഫോഴ്സ് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മൾ മാസൊക്കെ കുറഞ്ഞ ബോഡീസ് അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് വളരെ വലുതായിട്ട് വരാത്ത ബോഡീസിനെയൊക്കെ നമുക്ക് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് നടത്തിയാൽ മതി. അതേസമയം ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? FI ഈസ് കൺസിഡേർഡ് ഡ്യൂറിങ് ദ ഫോഴ്സ് അനാലിസിസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലേക്ക് വരുമ്പോൾ ചെയ്യാം. അപ്പം അതിൻ്റെ ഡീറ്റെയിലിംഗ് അവിടെ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ് വേണ്ടതുള്ളതുകൊണ്ട് നമുക്കിവിടെ വെച്ച് അത് നിർത്താം. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് എന്താണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ നമ്മൾ രണ്ടാമത് പഠിക്കേണ്ട സാധനം വാട്ട് യു മീൻ ബൈ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒരു ബോഡിയിൽ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് നടത്തുമ്പോൾ ആ ബോഡി ഈസ് അണ്ടർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാം, എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. അതായത് ഒരു ബോഡി അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ അതിൻ്റെ യൂണിഫോം മോഷനിലോ റിമെയിൻ ചെയ്തിരിക്കുന്നെങ്കിൽ ആ ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. നമുക്ക് ന്യൂട്ടൺസ് ലോ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോഡി ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലം ആ ബോഡി ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ അത് ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യിക്കണമെങ്കിൽ എന്തായാലും ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യണം. സിംപ്ലി പറഞ്ഞാൽ അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്ത ഒരു ബോഡി ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ബോഡി ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. അൺബാലൻസ്ഡ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഇപ്പം റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് 5 ന്യൂട്ടനും ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 5 ന്യൂട്ടനും ആക്ട് ചെയ്താൽ രണ്ടും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് 0 ന്യൂട്ടൻ ആവും. അപ്പം ഫോഴ്സ് ആക്ട് ചെയ്യാത്ത ബോഡിയെ നമ്മൾ പറയരുത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ ആ ബോഡി ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. കാര്യം യൂണിഫോം മോഷനിൽ റെസ്റ്റിലിരിക്കുന്ന ബോഡീനെ അതിൻ്റെ മോഷൻ ചേഞ്ച് ചെയ്യിക്കാനോ അല്ലെങ്കിൽ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് കൊണ്ടുവരിക്കാനോ ഉള്ള ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും, എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. അതൊരു ബോഡി ഒന്നുകിൽ എന്തായിരിക്കണം? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കണം. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് ഈസ് ഇൻ അല്ലെങ്കിൽ ഇറ്റ് റിമെയിൻസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ
ഓഫ് യൂണിഫോം മോഷൻ. ഇനി ബോഡി റെസ്റ്റിലും ഇതിലൊക്കെ ആയിരിക്കണമെങ്കിൽ നമുക്ക് എന്തിരിക്കണം, എന്താ അവിടെ പറയേണ്ടത്? ഇഫ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ഇറ്റ്സ് ടെൻസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ്. അതൊരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ ഇരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ഇൻ മോഷൻ ഇറ്റ്സ് ടെൻസ് ടു കീപ് ദ മോഷൻ. അത് മോഷനിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു 5 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ബോഡി 5 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതിനെയാണ് എൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കണ്ടീഷൻസ്, അതായത് ഇപ്പോൾ ഈ ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ അതിന് 2 കണ്ടീഷൻസ് വേണം. എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ റെസ്റ്റിലിരിക്കണം അല്ലെങ്കിൽ യൂണിഫോം മോഷനിലിരിക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് ദ വെക്റ്റർ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി ഈക്വൽ ടു 0. അപ്പം ആ ബോഡിയിലാക്കുന്നത് വെക്റ്റർ സം ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബോഡി. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസിൻ്റെ വെക്റ്റർ സം. ബോഡി ഈസ് 0. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിൻ്റെ വെക്റ്റർ സം 0 ആയിരിക്കണം. ദാറ്റ് മീൻ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി വിൽ ബി ഈക്വൽ 0. നെറ്റ് ഫോഴ്സ് 0 ആവുന്നത് പോലെ തന്നെ മൊമെൻറ്റും 0 ആയിരിക്കണം. കപ്പിൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല, മൊമെൻറ്റും 0 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. എന്താണ്? ദ വെക്റ്റർ സം ഓഫ് എന്താണ് മൊമെൻറ്റ്സ് ഡ്യൂ ടു ഓൾ ഫോഴ്സസ്. അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസിൻ്റെ എബൌട്ട് എനി പോയിൻ്റ്, ഏതെങ്കിലും ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ടുള്ള വെക്റ്റർ സം ഓഫ് മൊമെൻ്റ് എന്ന് പറയുന്നത്, അതായത് നെറ്റ് സിഗ്മ എം ഈക്വൽ ടു എന്താവണം? 0 ആവണം. നെറ്റ് മൊമെൻറ്റും 0 ആവണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി നമ്മൾ അടുത്ത പറയുന്നത് പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ബോഡീസിൻ്റെ, അതായത് ടൈപ്സ് ഓഫ് ഫോഴ്സ്, നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന ബോഡീസിൻ്റെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പാർട്ട്.